ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ CSEBയുടെ അക്കൗണ്ടൻസിയിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാനാണ്. ഇപ്പോൾ നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഇപ്പം നമുക്കറിയാം 10th JDC കഴിഞ്ഞ ആളുകൾക്ക് വരെ CSEBയുടെ ക്ലർക്കിൻ്റെ എക്സാം എഴുതുവാനായിട്ട് പറ്റും. അപ്പം അവരെ സംബന്ധിച്ച് അവർ JDC ക്ലാസ്സിൽ പഠിച്ച അക്കൗണ്ടൻസിയുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവർക്കറിയാവുന്നത്. അതുപോലെ തന്നെ ഇപ്പം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആളുകളുണ്ട്. ഇപ്പം നമുക്ക് BSc ഒക്കെ പഠിച്ചിട്ട് വരുന്ന ആളുകളും HDC എടുത്തിട്ട് ഈ ഒരു എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു ബാലികേറ മലയായിട്ടാണ് അവർ കാണുന്നത്. അപ്പം ആ ഒരു ബാലികേറ മലയെ നമ്മൾക്ക് സിമ്പിളായിട്ട് അനായാസേന കീഴടക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ബേസ് ലെവൽ മുതലാണ് പഠിച്ചു പോകേണ്ടത്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ആ ഒരു ബേസ് ലെവൽ ഒരു തുടക്കക്കാർക്ക് പോലും ഫോളോ ചെയ്തു പോകാൻ പറ്റുന്ന രീതി നമ്മൾ ബേസ് ലെവലായിട്ടുള്ള ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് ദി പ്രിലിമിനറി സ്റ്റെപ്സ് ഇൻ ദി അക്കൗണ്ടിംഗ് പ്രോസസ് ദാറ്റ് ഈസ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദി ജേണൽ ആൻഡ് പോസ്റ്റിംഗ് ദം ടു ലെഡ്ജർ അക്കൗണ്ട്. ചോദ്യം ഇതാണ്, എന്താണ് നമ്മുടെ അക്കൗണ്ടൻസിയിലെ പ്രിലിമിനറി സ്റ്റേജ് അല്ലെങ്കിൽ പ്രിലിമിനറി സ്റ്റെപ്പ് എന്താണ്? അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും അതുപോലെ അത് ജേണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെയുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ അക്കൗണ്ടിങ്, ഓപ്ഷൻ ബി ബുക്ക് കീപ്പിംഗ്, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഓപ്ഷൻ ഡി ഓഡിറ്റിംഗ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ബുക്ക് കീപ്പിംഗ് ആണ് അല്ലേ. ബുക്ക് കീപ്പിംഗ് ഈസ് കൺസേൺഡ് വിത്ത് പ്രിലിമിനറി സ്റ്റെപ്സ് ഇൻ ദി അക്കൗണ്ടിംഗ് പ്രോസസ് that is recording of business transaction in the journal and posting them to ledger. അതായത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ജേണൽ, ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജേണലിൽ റെക്കോർഡ് ചെയ്യും അല്ലെ, ജേണൽ എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ജേണലിൽ നിന്ന് നമ്മൾ എവിടേക്ക് മാറ്റുന്നു? ലെഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന പ്രക്രിയനെ പറയുന്നവരാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ. ജേണലിൽ എന്ത് ചെയ്യുന്നു? ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു. രണ്ടാമത്തത് പോസ്റ്റിംഗ് ദം ടു ലെഡ്ജർ. നമ്മൾ ജേണലിൽ എഴുതിയിരിക്കുന്ന എൻട്രികൾ എങ്ങോട്ട് ചെയ്യുന്നു? ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നു. മൂന്ന്, ടോട്ടലിംഗ് ഓഫ് ഡിഫറൻസ് അക്കൗണ്ട്സ് ഇൻ ലെഡ്ജർ. ലെഡ്ജറിലെ ഡിഫറെന്റ് അക്കൗണ്ടുകൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു. പിന്നെ ബാലൻസിങ് പെർമനന്റ് ലെഡ്ജേഴ്സ്. പെർമനന്റ് ലെഡ്ജേഴ്സിനെ ബാലൻസ് ചെയ്യുന്നതൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത്? ബുക്ക് കീപ്പിംഗ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയുന്നതാണ് ബുക്ക് കീപ്പിംഗ് ആണ്. അടുത്തത് അക്കൗണ്ടിംഗ് ഓർ അക്കൗണ്ടൻസി ബിഗിൻസ് വെയർ ഡാഷ് എൻഡ്സ്. ഓപ്ഷൻ എ അക്കൗണ്ടിംഗ്, ഓപ്ഷൻ ബി ട്രാൻസാക്ഷൻസ്, ഓപ്ഷൻ സി പേയ്മെന്റ്, ഓപ്ഷൻ ഡി ബുക്ക് കീപ്പിംഗ്. എങ്ങനെയാണ്? ചോദ്യം ഇതാണ്, അക്കൗണ്ടൻസി എവിടെ നിന്നാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ എന്ത് അവസാനിക്കുമ്പോഴാണ് അക്കൗണ്ടൻസി തുടങ്ങുന്നത്? ഇതിന്റെ ആൻസർ ഏതാണ്? ബുക്ക് കീപ്പിംഗ് ആണ് അല്ലേ. അക്കൗണ്ടിംഗ് ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അക്കൗണ്ടൻസി ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേണൽ എൻട്രികൾ എഴുതുവാനായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലേ, കറക്റ്റായി ജേണൽ എൻട്രി ഏതാണെന്ന്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊരു ജേണൽ എൻട്രി നിങ്ങൾക്ക് അനായാസേന കണ്ടെത്തുവാനായിട്ട് പറ്റും. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ അസറ്റുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി ആണ് നോക്കാൻ പോകുന്നത്. അപ്പം അസറ്റിനെ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്? അസറ്റ് എപ്പോഴാണോ ഇൻക്രീസ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. അതായത് അസറ്റ് കൂടുമ്പോൾ നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് കുറയുമ്പോൾ അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു അസറ്റ് എപ്പോഴൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? നമ്മളെ സംബന്ധിച്ച് ഒരു അസറ്റ് വാങ്ങുമ്പോൾ എന്താണ്? അസറ്റ് ഇൻക്രീസ് ആവുന്നു. അല്ലെങ്കിൽ നമ്മൾ സെയിൽസ് ഒക്കെ നടത്തി കഴിയുമ്പോൾ നമ്മുടെ ഇതിലോട്ട് ക്യാഷ് വരുമ്പോഴും എന്താണ്? ഒരു അസറ്റിൽ ഇൻക്രീസ് ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ നമ്മൾ അസറ്റിന്റെ കാര്യം ഞാൻ പറയുകയാണ്. ഒന്ന്, ഞാൻ കടത്തിന് എന്ത് ചെയ്യുന്നു? ഒരു അസറ്റ് മേടിക്കുന്നു. ഞാനൊരു ഫർണിച്ചർ ആണ് മേടിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? ഞാൻ പറഞ്ഞു അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പം ഫർണിച്ചർ എന്നൊരു അസറ്റ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യും. ഫർണിച്ചർ ഡെബിറ്റ് ചെയ്യുന്നു. കാരണം എന്താണ്? ഫർണിച്ചർ എന്ന അസറ്റ് അവിടെ കൂടിയിട്ടുണ്ട്. ഞാനിപ്പം പൈസ കൊടുത്തിട്ടാണ് അത് അസറ്റ് മേടിച്ചിരിക്കുന്നത്. പൈസ കൊടുത്ത് അസറ്റ് മേടിക്കുമ്പോൾ എന്താണ്? നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്യും? കുറയും അല്ലേ. ക്യാഷ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ആ ക്യാഷിനെ എന്ത് ചെയ്യണം? ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു.
അപ്പൊ ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ഫർണിച്ചർ എന്ന അസറ്റ് എന്ത് ചെയ്തു? ഫർണിച്ചർ എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ക്രെഡിറ്റ് ചെയ്തു. അടുത്തത് നമുക്ക് നോക്കുവാനുള്ളത് ലയബിലിറ്റി ആണ്. നമ്മുടെ അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലേ ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്താണ്? ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്, ഒരു ഒബ്ലിഗേഷൻ ആണ്. അപ്പൊ ഈ ഒരു ലയബിലിറ്റിനെ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ലയബിലിറ്റി നമ്മൾ ഓർക്കുക അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അസറ്റ് കൂടുമ്പോഴാണ് നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നത് എങ്കിൽ ലയബിലിറ്റി കുറയുമ്പോൾ, ലയബിലിറ്റി കുറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫേവറബിൾ ആണ് അല്ലേ. അപ്പൊ ആ ഒരു കുറയുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? അതിനെ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ക്രെഡിറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ലയബിലിറ്റി കൂടുമ്പോഴാണ് ലയബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ അസറ്റിന്റെ കാര്യം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ജേണൽ എൻട്രി എഴുതാൻ പറ്റും? ഇപ്പം ഉദാഹരണം ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു? കടത്തിന് ഗുഡ്സ് വാങ്ങുന്നു. അതായത് എന്തെങ്കിലും ഒരു ഫർണിച്ചർ മേടിക്കുകയാണ്, കടത്തിന് ഞാൻ ഫർണിച്ചർ മേടിക്കുകയാണ്. ഞാൻ അരുൺ എന്നൊരാളുടെ കയ്യിൽ നിന്നുമാണ് ഫർണിച്ചർ മേടിച്ചത് എന്ന് വിചാരിക്കുക. ആ ഒരു കേസിൽ എന്താണ്? അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലേ. ഫർണിച്ചർ എന്നൊരു അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നമ്മുടെ റൂൾ പ്രകാരം അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുകൊണ്ട് ഫർണിച്ചറിന് ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. എന്നെ സംബന്ധിച്ച് അരുൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആരാണ്? അദ്ദേഹം എനിക്ക് ഒരു ക്രെഡിറ്റർ ആണ്, എന്നെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റി ആണ്. അപ്പൊ ലയബിലിറ്റി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. എന്നെ സംബന്ധിച്ച് എന്താണ്? ഞാൻ നാളെ അയാൾക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ എന്റെ ലയബിലിറ്റി എന്താണ്? കൂടുകയാണ്. ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ആരെ ക്രെഡിറ്റ് ചെയ്യും? അരുണിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ അരുൺ അക്കൗണ്ട് എന്ന് വരും. അപ്പൊ ഇതാണ് ലയബിലിറ്റിയുടെ കേസ്. നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്താൽ മതി? ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ജേണലൈസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് എക്സ്പെൻസസ്. എക്സ്പെൻസസിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഒരു സാലറി ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എക്സ്പെൻസ് ആണ്. റെന്റ് എന്താണ്? റെന്റ് ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ഈ ഒരു എക്സ്പെൻസസിന്റെ ബാലൻസ് എങ്ങനെയായിരിക്കും? എക്സ്പെൻസസിന് എപ്പോഴും ഡെബിറ്റ് ചെയ്യുന്നത് എക്സ്പെൻസസ് കൂടുമ്പോഴാണ്. ഒന്നും നോക്കട്ടെ, നിങ്ങളൊരു കാര്യം ഓർത്തേ. നിങ്ങളിപ്പം ഒരാൾക്ക് സാലറി കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് വരും? ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. ഒരു അസറ്റ് കുറയുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ അസറ്റിന്റെ കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക. ഈ ഒരു കേസിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടല്ലേ. അപ്പൊ ക്യാഷ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്താൽ മതി? ആ ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെക്കുവാണേ, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? എക്സ്പെൻസസിന്റെ ബാലൻസ് എങ്ങനെയായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. കറക്റ്റ് ആ ഒരു സാലറി ആണ് കൊടുത്തെങ്കിൽ സാലറിനെ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരും എക്സ്പെൻസസിന്റെ ജേണൽ എൻട്രി വരിക. ഇപ്പൊ കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ക്യാഷ് എന്ന് വരും. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് രണ്ട് എഫക്റ്റ് ആണുള്ളത്. ഒന്ന്, എക്സ്പെൻസസ് എന്ത് ചെയ്തു? എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്തു. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്നൊരു അസറ്റ് ഡിക്രീസ് ചെയ്തു. എക്സ്പെൻസസിനെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. എക്സ്പെൻസസിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇൻകം. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ചെലവ്, ഇൻകം എന്ന് പറഞ്ഞാൽ വരവ്. നമുക്ക് വരവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് എന്താണ് വരിക? ക്യാഷ് വരും അല്ലേ. ക്യാഷ് വരും. ഇപ്പം എനിക്ക് എന്താണ്? എനിക്ക് കമ്മീഷൻ കിട്ടുകയാണ്. കമ്മീഷൻ എനിക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം ക്യാഷ് എന്നൊരു അസറ്റിന്റെ കൂടിയിട്ടില്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ആ ക്യാഷ് എന്ന അസറ്റ് കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. ശരിയല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഏതിനെയാണ് ഞാൻ ക്രെഡിറ്റ് ചെയ്യുക? എനിക്ക് കമ്മീഷൻ ആണ് കിട്ടിയതെങ്കിൽ ഞാൻ ആ കമ്മീഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. എനിക്ക് സാലറി ആണ് കിട്ടിയതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സാലറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഏത് രീതിയിലാണോ എനിക്ക് ഇൻകം കിട്ടിയത് ആ ഇൻകത്തിനെ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി നോക്കാനുള്ളത് ഏതാണ്? ലോസസിന്റെയും ഗെയിൻസിന്റെയും കാര്യമാണ് അല്ലേ. നമ്മൾക്ക് അറിയാം, നമ്മൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് എക്സ്പെൻസസിനെയും ലോസസിനും എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. എന്നാൽ ഗെയിനിനും ഇൻകത്തിനും എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. എന്താണ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നഷ്ടമുണ്ടാവുന്നു. ഇപ്പൊ ഞാനൊരു സാധനം വാങ്ങിയിട്ട് ഞാൻ വിൽക്കുന്നത് നഷ്ടത്തിനാണ് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? ഞാൻ എന്ത് ചെയ്യും? ആ എമൗണ്ട്, ആ നഷ്ടത്തിന് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇൻ കേസ് എനിക്ക് ഗെയിൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട
നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും കാര്യം മാത്രം നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എക്സ്പെൻസസ് വന്നാലും ഇൻകം വന്നാലും ലോസോ ഗെയിൻ ഏത് വന്നാലും നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, ജേണൽ എൻട്രികൾ ചോദിക്കാറുണ്ട്, കൺസൈൻമെന്റുമായി റിലേറ്റ് ചെയ്ത ജേണൽ എൻട്രികൾ ചോദിക്കാറുണ്ട്, അതുപോലെ അഡ്ജസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രികളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ജേണൽ എൻട്രികൾ എഴുതുവാനായിട്ടും പറ്റും. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, അക്കൗണ്ടൻസി പഠിക്കുന്നത് നമുക്ക് ഒരു CSEB എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നാളെ നമ്മൾ ആ ഒരു ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലിയിൽ ഇരിക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വേണം, നമ്മൾ ബേസ് ലെവൽ മുതൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബാച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങൾ ഉൾപ്പെടെയായിരിക്കും നമ്മൾ നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബാച്ചിൽ ഡിസ്കസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ മുതൽ നമ്മൾ എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസിയും മാനേജ്മെന്റ് അക്കൗണ്ടൻസിയും വരെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ഒരു ബിഗിനേഴ്സ് ബാച്ചിൽ ഡിസ്കസ് ചെയ്യുക. അതായത് ഏറ്റവും ബേസ് ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസമായിരിക്കും. ഈ ഒരു 6 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്താൽ മതി, നമ്മളൊരു എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ നമ്മൾ നമ്പർ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.